പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ എഴിപ്രം ക്ഷേത്രവുമായി തലമുറകളായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന കുടുംബാംഗമാണ് ശ്രീ പരമേശ്വരൻ നായർ. വളരെ വർഷങ്ങളായി വിഷുവിളക്കിൻ്റെ ദിവസം എഴിപ്രം ദേശത്ത് നിന്ന് തീവെട്ടി പിടിക്കാനെത്തുന്ന ഇദ്ദേഹമാണ്. വിഷുവിളക്കിനോടനുബന്ധിച്ചുള്ള തീവെട്ടി പിടിക്കൽ ഉൾപ്പെടെയുള്ള ചില ക്ഷേത്രാചാരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരമ്പരാഗത അവകാശവുമാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും എഴിപ്രം ദേശവും പെരുന്തൃക്കോവിൽ ക്ഷേത്രവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും വിലപ്പെട്ട അറിവുകൾ ശ്രീ പരമേശ്വരൻ നായർക്കുണ്ട്. ആ അറിവുകളും അനുഭവങ്ങളും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാം. എൻ്റെ പേര് പരമേശ്വരൻ നായർ. എൻ്റെ അച്ഛൻ്റെ പേര് കുട്ടൻ നായർ. അച്ഛൻ്റെ പേരെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഈ ആണുങ്ങളൊക്കെ കല്യാണം കഴിച്ച് പോവുകയാണല്ലോ, ഈ നായന്മാർക്ക് അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടല്ലോ. അപ്പം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്കുടെ പേരിലാണ് ഈ സ്ഥലം പാട്ടത്തിന്. അമ്മയുടെ അമ്മ മുതൽ പാട്ടത്തിന് ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ മറ്റേ അച്ഛൻ്റെ സ്ഥലം ഇവിടെയല്ല, ഈ സ്ഥലത്തല്ല, അത് അവിടെ കർണാടക പഞ്ചായത്തിലാണ്. അപ്പം മേപ്പുറത്ത് അച്ഛന് സ്വന്തം അതും ഈ ഭൂമിയൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇത് ഈ രാമംഗലം ദേവസ്വത്തിൻ്റെയാണ്, കർണാടകനും മഴുവന്നൂരും ഒക്കെ ഉള്ളത്. ഇത് ഞാൻ ഈ അമ്പലത്തിൻ്റെ പണ്ട് മുതലേ എൻ്റെ കാരണന്മാരായിട്ട് മുതൽ ഇതിൽ അവകാശപ്പെട്ട ഒരു വ്യക്തിയുടെ മകനാണ് ഞാൻ. ഞങ്ങൾ ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ സ്ഥലത്താണ് താമസിക്കുന്നത്. 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിലും സ്ഥലം ഇപ്പോൾ കുറച്ച് അവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവിധ അവകാശങ്ങളും ഇവിടുന്ന് തന്നുകൊണ്ടിരുന്നതാണ്. ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ ഉത്സവത്തിനെ സംബന്ധിച്ച് അതിനെ തീവെട്ടി പിടിക്കുക, എണ്ണ കോരുക, അതൊക്കെ ഞങ്ങളുടെ കടമയാണ്. പണ്ടൊക്കെ ഇതിൻ്റെ പാത്രം മുഴുവൻ കഴുകി വയ്ക്കുന്നത് വരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കാലങ്ങൾ മാറി, ഇപ്പോൾ പാത്രം തേക്കാനൊക്കെ വേറെ ആളായി. ഈ ആലമ്പണ്ടൊക്കെ വരാറുണ്ട്. അതൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പോൾ ഞങ്ങൾ വന്ന് തീവെട്ടി പിടിക്കുക, അതിന് എണ്ണ കോരുക, ഞങ്ങൾക്ക് അതിൻ്റെ അവകാശങ്ങൾ വരും എന്ന് പറഞ്ഞാൽ 5 വീട്ടുകാരാണ് അവിടെ ഉള്ളത്. എൻ്റെ ചെറുപ്പത്തിലല്ല കേട്ടോ, എൻ്റെ കാരണന്മാരുടെ ചെറുപ്പത്തിൽ. അച്ഛൻ്റെ സമയമായി. അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടനൊക്കെ ആയിരുന്നു അന്ന് ഇവിടെ ഈ പരിപാടി നടത്താറ്. അച്ഛൻ നടത്താറുണ്ട്. അന്ന് ഇവിടെ പരിപാടി നടത്തുമ്പോൾ ഉദിച്ച് പൊങ്ങണം, ഇവിടെ ഇറക്കി എഴുന്നള്ളിക്കുന്നു. അത്ര 10-12 തീവെട്ടിയുണ്ട്. 10-12 തീവെട്ടി, 7 ആനയ്ക്ക് ഉത്സവം. ആ 7 ആനയ്ക്ക് ഉത്സവം 1-ാം തീയതി മുതൽ ഞങ്ങൾ ഇവിടെ വന്ന് ഇതിൻ്റെ ആളുകളെല്ലാം വന്ന് ഇതിൽ സഹകരിക്കണം. അന്നത്തെ രീതി അതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും, മിക്കവാറും ആളുകൾ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങൾക്കും പിള്ളേർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാനുള്ള അന്ന് ഈ വാരരായിരുന്നപ്പോൾ കൊടുക്കുന്നത് അരിയാണ്. അരിയും ഒരു വത്തൽമുളകും ഇച്ചിരി പുളിയും തരും. അത് കൊണ്ടുപോയി മനക്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവർ കലമൊക്കെ തരാറുണ്ട്. ഇതിൻ്റെ ഭരണാധികാരികളുടെ മനകളുണ്ട്. അപ്പോൾ അവരവരുടെ അത് തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ വരും. ഞങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ ഇവിടെ ഊട്ടുവരെ ഒരു ഊണുണ്ട്, സദ്യ. അത് ഊണ് കഴിച്ചിട്ട് ആ പരിപാടി ചെയ്താൽ മതി. മറ്റേ വരുന്ന പിള്ളേർക്കൊക്കെ അരിയാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കും. അത് കുറേയൊക്കെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതങ്ങ് നിന്നുപോയി. പിന്നെ ഈ ഭക്ഷണമായി. ഇവിടെ രാമൻ തിരുമേനി എന്ന് പറഞ്ഞൊരു തിരുമേനിയായിരുന്നു അന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ മാനേജരായിട്ട് അവിടെ വരാറുള്ളത്. ഈ പാട്ട അളക്കാനും പാട്ടമൊക്കെ അവിടെ നിന്ന് ആൾ വന്ന് നിന്ന് അളപ്പിക്കാറുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ ഒരു മരുമകനാണ് ഈ പാട്ട അളക്കാൻ നിൽക്കുന്നത്. ആ ദേവസ്വം മഠത്തിൽ ദേവസ്വം മഠമൊക്കെ ഉണ്ട്. ദേവസ്വം മഠം ഈ അമ്പലത്തിൻ്റെ വകയായിട്ട് അവിടെ എപ്പോഴും ഉണ്ട്. ആ മഠമുണ്ട്. പാട്ട അളക്കലൊന്നുമില്ല. അവിടെ ആണ് ഇപ്പം അവിടെ ഈ പരിപാടി നടത്തുന്നതെന്ന് വെച്ചാൽ ഉണ്ണിപ്പൂത്താൻ അവരുടെ ഒരു പരിപാടി ഈ ദേവസ്വം മഠത്തിൽ നിന്ന് വെട്ടിക്കക്കാവിലേക്ക് അവിടെ പരിപാടി നടത്തും. 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. അത് അമ്പലം വക എപ്പോഴും കിടക്കുന്നത്. രാമംഗലം ദേവസ്വം മുതലേ അവിടെ ഒരു അമ്പലമുണ്ട്. അവർ അത് ഇവിടെ തിരുമേനിമാർ കഴിഞ്ഞപ്പോൾ വാരരായി. വാരർ ഇവിടെ ഈ ആനപ്പന്തല വാരർ പണിതാണ്. കുട്ടന്മാരായിരുന്നു. ആ ശങ്കരവാരൻ എന്നൊക്കെയാണ് അന്നത്തെ ഇതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇത് ഇരുന്നത്. അപ്പോൾ ഇവർ ഈ ഇതിൻ്റെ മാനേജരായിരുന്നപ്പോൾ ഇവിടെ ഭയങ്കര പരിപാടിയാണ്. ഉത്സവത്തിന് വന്നാൽ ഈ എഴുപ്പുറത്തിൽ നിന്ന് വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ല. അവർ പോകുമ്പോൾ അവർ ചോന്നുകൊണ്ട് പോകണം. ഈ ഉണക്കച്ചോറും പായസവും ഒക്കെ. ഞാനും ഒരുപാട് ചോന്നിട്ടുണ്ട്. ഒന്നും വണ്ടിയും കിട്ടിയൊന്നുമില്ല. ഉണ്ണിപ്പൂത്താൻ ദേവർക്ക്
അവിടെയാണ് ഉണ്ണിപ്പുത്താൻ ദേവർ അന്ന് ദേവസ്വം മഠത്തിൻ്റെ അവിടെ നടന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അവിടെ നിന്ന് ഉണ്ണിപ്പുത്താൻ ദേവർ ഇവിടെ വന്ന് അവിടെ തന്നെ പുഴയാവും. അതുകൊണ്ട് പിന്നെ ഇവിടെ പൂജയ്ക്ക് മുട്ടിപ്പോകും. കണ്ടാപ്പടി പാടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കണ്ട് ഉണ്ണിപ്പുത്താൻ ദേവർ ഇങ്ങോട്ട് പോകുന്നതാണ് ഈ പുഴ കാണണം എന്ന് പറയും. ഇവിടെ വന്ന് ഇവിടെ ഒരു മുറി തേങ്ങ പാട്ടത്തിനായിരിക്കണമെന്നാണ് അന്നത്തെ ഐതിഹ്യം പറയുന്നത്.